AR നഗർ ബാങ്ക് ക്രമക്കേടുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആദായനികുതി വകുപ്പിന്റെ നോട്ടീസ് 16 മുസ്ലിം ലീഗ് നേതാക്കൾക്ക് വന്നിരിക്കുകയാണ്. കുടിശ്ശിക അടച്ചു തീർത്തില്ലെങ്കിൽ സ്വത്ത് കണ്ടുകെട്ടുമെന്നുള്ള നോട്ടീസാണ് എത്തിയിരിക്കുന്നത്. ദാവൂദ് സർ, ഈ നോട്ടീസ് വീണ്ടും വരുന്നതോടുകൂടി ഇതിന് പിന്നിൽ ആരാണെന്നുള്ള ചർച്ചകൾ കൂടി വളരെ സജീവമാവുന്നുണ്ട്. എങ്ങോട്ടാണ് കാര്യങ്ങളുടെ പോക്ക്? ഇത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു കേസാണ്. എന്ന് വെച്ചാൽ 2016 മുതൽ AR നഗർ, മലപ്പുറം ജില്ലയിലെ AR നഗർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ അക്കൗണ്ടുകൾ തുടങ്ങുകയാണ്. അക്കൗണ്ടുകൾ പിന്നെ 158 അക്കൗണ്ടുകൾ കേരളത്തിലെ എല്ലാ മുസ്ലിം ലീഗിൻ്റെ മണ്ഡലം ഭാരവാഹികളുടെ പേരിൽ, അതെ വേറെയും മുസ്ലിം ലീഗ് നേതാക്കളുടെ പേരിൽ, അങ്ങനെ 148 പേരുകളിൽ അക്കൗണ്ടുകൾ സ്റ്റാർട്ട് ചെയ്തത്. ഈ അക്കൗണ്ടുകൾ 2016 മുതൽ ഈ അക്കൗണ്ടുകൾ ഉണ്ടെന്നുള്ള പിന്നീടാണ് മനസ്സിലാവുന്നത്. അപ്പം ഇതിലൊരു ഒന്നാമതൊരു പ്രശ്നം എന്ന് വെച്ചാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ മണ്ഡലങ്ങളിലെയും വിവിധ ജില്ലകളിലെയും മുസ്ലിം ലീഗ് നേതാക്കൾ എന്തിനാണ് ഈ AR നഗർ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുന്നത് എന്ന ചോദ്യമുണ്ട്. അപ്പോൾ ആ ചോദ്യം വരുമ്പോഴാണ് പിന്നെ ഇവർ പറയുന്നത് ഞങ്ങൾ അറിയില്ല. ഇവരിൽ പലരും പറയുന്നത് ഞങ്ങൾ പറയുന്നതല്ല. ഈ 2022 ഇവർക്കൊരു നോട്ടീസ് പോകുന്നുണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, ഇതിൻ്റെ സോഴ്സ് വെളിപ്പെടുന്നത്. കാരണം ലക്ഷക്കണക്കിന് രൂപയാണ് ഇവരുടെ പേരിൽ കിടക്കുന്നത്. മൊത്തം എത്ര കോടിയാണെന്ന് ഇനിയും 48 കോടിയാണെന്ന് ചില റിപ്പോർട്ടുകൾ കാണുന്നുണ്ട്. അതിൽ കൂടുതലായിട്ടും പറയപ്പെടുന്നുണ്ട്. എനിവേ, ഈ പറയുന്ന മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികളുടെ പേരിൽ ലക്ഷങ്ങളുടെ ഇത് നിക്ഷേപം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇവർക്ക് നോട്ടീസ് വരികയാണ്, ഇതിൻ്റെ സോഴ്സ് എന്താണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോഴാണ് ഇവർ അറിയുന്നത് ഞങ്ങളുടെ പേരിൽ ഇങ്ങനെ അക്കൗണ്ടുകളുണ്ട് എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെ വന്നു എന്നൊരു ചോദ്യമുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് മുസ്ലിം ലീഗിൻ്റെ ചില ഭാഗത്ത് വന്ന ചില അനൗദ്യോഗിക സ്വഭാവത്തിലുള്ള പ്രതികരണം അത് പാർട്ടി ഫണ്ടാണ് എന്നുള്ളതാണ്. പാർട്ടി ഫണ്ട് ആണെങ്കിൽ പാർട്ടി ഫണ്ട് ഇങ്ങനെ ഓരോ ഭാരവാഹികളുടെയും പേരിൽ ഈ AR നഗറിൽ പോയി കൊണ്ടുപോയിടുകയാണെങ്കിൽ പാർട്ടിക്ക് ഒരു അക്കൗണ്ട് ഉണ്ടാവുമല്ലോ, സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ഒരു അക്കൗണ്ട് ഉണ്ടാവും, അതിന് ട്രഷറർക്ക് അല്ലെങ്കിൽ ട്രഷറുടെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ടാവും. അതേതെങ്കിലും അതും ഈ മാതിരി ഒരു എന്താണ് സർവീസ് ബാങ്കിൽ, സഹകരണ ബാങ്കിലല്ലല്ലോ സാധാരണഗതിയിൽ ഒരു പാർട്ടി അക്കൗണ്ട്, സ്റ്റേറ്റ് കമ്മിറ്റിയുടെ പാർട്ടി അക്കൗണ്ട് സൂക്ഷിക്കുന്നത്. അതേതെങ്കിലും പൊതുമേഖലാ ബാങ്കുകൾ അല്ലെങ്കിൽ അറിയപ്പെട്ട ബാങ്കുകളാണ്. ഇത് ഓരോ ഭാരവാഹിയുടെ, മണ്ഡലം ഭാരവാഹിയുടെയും ജില്ലാ ഭാരവാഹികളുടെയും പേരിൽ അവരുടെ വ്യക്തിപരമായ പേരിൽ അക്കൗണ്ട് കിടക്കുകയാണ്. അതിനകത്ത് അവർക്ക് നോട്ടീസ് വരുമ്പോഴാണ് അവർ പറയുന്നത് ഞങ്ങളുടെ പേരിൽ ഇങ്ങനെ അക്കൗണ്ട് ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് കഴിഞ്ഞ് ഇപ്പം അപ്പോൾ അതിനുശേഷം KT ജലീലാണ് പൊതുസമൂഹത്തിൽ ഈ പ്രശ്നം ആദ്യമായിട്ട് ഉന്നയിക്കുന്നത്. ഇങ്ങനെ കുറേ ബിനാമി അക്കൗണ്ടുകളുണ്ട്, അതിൻ്റെ പിറകിൽ ആരാണ്? അദ്ദേഹം പ്രത്യക്ഷത്തിലല്ലെങ്കിലും പരോക്ഷമായി വിരൽ ചൂണ്ടിയത് ഉന്നതനായൊരു മുസ്ലിം ലീഗ് നേതാവിലേക്കായിരുന്നു. പക്ഷേ ജലീൽ ആ പത്രസമ്മേളനം നടത്തിയതിന് ശേഷം പിന്നെ ജലീൽ അതേക്കുറിച്ച് മിണ്ടുന്നില്ല. ജലീൽ ഒരു അക്ഷരം അതേക്കുറിച്ച് പറയുന്നില്ല. അതിനെക്കുറിച്ച് വരുന്ന വ്യാഖ്യാനം എന്താണെന്ന് വെച്ചാൽ മിണ്ടരുത് എന്ന സന്ദേശം ജലീലിന് കിട്ടിയെന്നുള്ളതാണ്. ആ സന്ദേശം എവിടെ നിന്നാണ് കിട്ടിയെന്നുള്ളത് നമുക്ക് ഊഹിക്കാം, പ്രേക്ഷകർക്ക് ഊഹിക്കാം. അതിങ്ങനെ അത് അവിടെ. അപ്പോൾ അതിനിടയിൽ ED അന്വേഷണം വരുന്നുണ്ട്. ED അന്വേഷണം ഒരു ഘട്ടം വരെ പോകുന്നു. പിന്നെ അതൊന്നും നടക്കുന്നില്ല. അതിനിടയിൽ ചില ഹെലികോപ്റ്ററുകൾ ചിലയിടത്തേക്ക് പറന്നു എന്നൊക്കെയാണ് ഈ ഉപശാല വർത്തമാനങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ ഹെലികോപ്റ്റർ എവിടേക്കാണ് പറന്നത്, അതിലെവിടെ എന്താണ് ഉണ്ടായിരുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ പിന്നെ പറയുന്നത് എന്താണ്, സർവ്വപ്രതാപിയായുള്ള EDയും AR നഗറിൽ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ ഉണ്ടായ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാനവാസ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുക്കുകയാണ്. ഇത് അന്വേഷിക്കണം, ഇതിലെ അന്വേഷണ പുരോഗതി അറിയിക്കണം, CBI അന്വേഷണം ഏറ്റെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. ഈ ഷാനവാസ് എന്ന് പറയുന്ന ആൾ റഹീം മേച്ചേരി എന്ന് പറഞ്ഞിട്ട് സമുന്നതനായിട്ടുള്ള ഒരു ലീഗ് നേതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനാണ്. ലീഗ് നേതാവ് എന്ന് പറയുന്നത് അദ്ദേഹം ചന്ദ്രികയുടെ പത്രാധിപരായിരുന്നു ദീർഘകാലം. ലീഗിന് വേണ്ടി ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളൊരു മനുഷ്യനാണ്. ലീഗിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ആശയപരമായി ലീഗിനെ സമൂഹത്തിൽ പ്രതിനിധീകരിച്ചുകൊണ്ട് ധാരാളം എഴുതുകയും ധാരാളം പ്രഭാഷണം നടത്തുകയും ദീർഘകാലം ചന്ദ്രികയുടെ പത്രാധിപരാകുകയും ചെയ്ത മനുഷ്യനാണ് അദ്ദേഹം മരണപ്പെടുന്നത് ചന്ദ്രികയുടെ പത്രാധിപരായിരിക്കെ അർദ്ധരാത്രി ചന്ദ്രികയുടെ പത്രക്കെട്ടുകൾ കൊണ്ടുപോകുന്ന ജീപ്പ് അപകടത്തിൽപ്പെട്ടാണ്. കാരണം അദ്ദേഹം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നത് പത്രാധിപരായിരിക്കെ ഈ പത്രക്കെട്ട് കൊണ്ടുപോകുന്ന പാലക്കാടേക്ക് പത്രക്കെട്ട് കൊണ്ടുപോകുന്ന ജീപ്പിലാണ്. ആ നിലയിലുള്ള ജീവിത ലാളിത്യവും പാർട്ടിക്ക് വേണ്ടി, പാർട്ടി പത്രത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു മനുഷ്യനായിരുന്നു ഈ റഹീം മേച്ചേരി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പോൾ ഈ കേസ് കൊടുത്തിരിക്കുന്നത്. ഈ കേസിനെ തുടർന്നാണ് ഹൈക്കോടതി നോട്ടീസ് അയക്കുന്നത്.
EDക്ക് അയക്കുന്നു, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് അയക്കുന്നു, CBIക്ക് അയക്കുന്നു. ആ നോട്ടീസ് പോയപ്പോഴാണ്, ആ സന്ദർഭത്തിലാണ് വീണ്ടും ഇൻകം ടാക്സിൻ്റെ നോട്ടീസ് ആർക്ക് വരുന്നത്? ഈ അക്കൗണ്ട് ഹോൾഡേഴ്സിന് വരുന്നത്. അതിൽ പറയുന്നത് നിങ്ങളുടെ ഈ നിക്ഷേപത്തിന് ഈ അതിൻ്റെ IT റിട്ടേൺ, ഇൻകം ടാക്സ് വിഹിതം അടച്ചിട്ടില്ല, അതിന് ഇത്രയും കാലം അടക്കാത്തതുകൊണ്ട് ഇത്രയും രൂപ പിന്നെ പലിശയുണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ PKK ബാവ അദ്ദേഹം എന്താണ് രോഗിയായി പൊതുപ്രവർത്തന രംഗത്ത് മാറി നിൽക്കുന്ന ആളാണ്, പഴയ മന്ത്രിയാണ്, ലീഗിൻ്റെ ട്രഷററായിരുന്നു. അദ്ദേഹത്തിന് വരികയാണ്, എനിക്ക് 1.35 crore rupees അദ്ദേഹത്തിന് അടക്കാൻ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹം അറിയാത്ത അദ്ദേഹത്തിൻ്റെ ഒരു അക്കൗണ്ടിൻ്റെ പേരിൽ അദ്ദേഹത്തിന് നോട്ടീസ് വരികയാണ്, 1,35,00,000 രൂപ അടക്കണം. PPA കരീം എന്ന് പറഞ്ഞ ഒരാളുണ്ട് വയനാട്ടിൽ. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഒരുപക്ഷെ മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ തന്നെ അങ്ങനത്തെ ഒരു വ്യക്തിത്വം ഉണ്ടാവില്ല. തോട്ടം തൊഴിലാളി മേഖലയിൽ തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് പൊതുപ്രവർത്തനം നടത്തിയ മനുഷ്യനാണ്. തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നു, അതിൽ ലീഗിനെ കെട്ടിപ്പടുക്കുന്നു, അവർക്കിടയിൽ അങ്ങനെ വളരെ സ്വാത്വികനായ അങ്ങേയറ്റം ഈ എന്താ പറയുക ഗ്രൗണ്ടിൽ മണ്ണിൽ പണിയെടുത്ത് വളർന്നു വന്നൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ് അദ്ദേഹം. അവിടെ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആവുന്നുണ്ട്, പിന്നീട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആവുന്നുണ്ട്. ശത്രുക്കൾക്ക് പോലും, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ശത്രുക്കൾ പോലും അദ്ദേഹത്തെക്കുറിച്ച് ഒരു ആരോപണം ഇതുവരെ അദ്ദേഹം ജീവിച്ചിരിക്കുക ഉന്നയിച്ചിട്ടില്ല. അങ്ങനെ ജീവിതം പാർട്ടിക്ക് വേണ്ടി പൊതുപ്രവർത്തനത്തിന് വേണ്ടി സമർപ്പിച്ച സ്വാത്വികനായൊരു മനുഷ്യനാണ്. ആ മനുഷ്യനാണ് അദ്ദേഹം മരണപ്പെട്ടു പോയി. 2022 നോട്ടീസ് വരുന്നു. 2022 അദ്ദേഹം മരണപ്പെടുന്നത്. ഇത് 2024 നോട്ടീസ് വരികയാണ്. അദ്ദേഹവും ലക്ഷക്കണക്കിന് രൂപ പിഴ അടക്കണം, നിങ്ങളുടെ ഇതിൻ്റെ സ്രോതസ് വെളിപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് വരികയാണ്. ചെയ്തില്ലെങ്കിൽ രേഷ്മ പറഞ്ഞവർ ഇത് എന്ത് ചെയ്യും? അറ്റാച്ച് ചെയ്യും, സ്വത്തുക്കൾ അറ്റാച്ച് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സാധാരണ പ്രവർത്തകർ, ജില്ലാതലത്തിലും മണ്ഡലം തലത്തിലുള്ള നേതാക്കന്മാർ, സ്വാത്വികരായ ആളുകൾ, മരിച്ചുപോയ ആളുകൾ, അബ്ദുൽ ഖാദർ മൗലവി കണ്ണൂരിലെ ദീർഘകാലം കണ്ണൂർ ജില്ലയിലെ UDFന് നയിച്ച ആളാണ്, വളരെ മാന്യനായ രാഷ്ട്രീയ പൊതുപ്രവർത്തകനായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന് നോട്ടീസ് വരികയാണ്. അപ്പോൾ ഇതിലൊരു പ്രശ്നമുണ്ട്. ബാക്കിയെല്ലാം മാറ്റി വെക്കും. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർക്ക് ഇൻകം ടാക്സ് എന്ന് നോട്ടീസ് വരുന്നു, നിങ്ങൾക്കിങ്ങനെ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇത്രയും പൈസ ഉണ്ട്, അതിൻ്റെ സോഴ്സ് വെളിപ്പെടുത്തണം, അതിൻ്റെ ഇൻകം ടാക്സ് അടക്കാത്തതിൻ്റെ പിഴ അടക്കണം എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് വരുമ്പോൾ ഈ മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കാൻ ഈ മനുഷ്യർ സാമാന്യ വളരെ ലളിതമായി പറഞ്ഞാൽ നീതി നിഷേധിക്കപ്പെട്ടിരിക്കുകയാണല്ലോ, അല്ലെങ്കിൽ അവർ ചെയ്യാത്തൊരു കുറ്റത്തിന് അവർ നോട്ടീസ് വന്നിരിക്കുകയാണല്ലോ. അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരും വരുന്നില്ലല്ലോ. മുസ്ലിം ലീഗാണല്ലോ ഒന്നാമതായി അവർക്ക് വേണ്ടി സംസാരിക്കേണ്ടത്. കാരണം അവരുടെ പ്രവർത്തകർ, താഴെത്തട്ടിൽ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന മനുഷ്യർ, അവർക്കാണ് അവരറിയാത്തൊരു കാര്യത്തിൻ്റെ പേരിൽ പിഴവെടുക്കേണ്ടി വരുന്നത്. അപ്പോൾ അവരെ സംരക്ഷിക്കേണ്ടതില്ല, അവർക്ക് വേണ്ടി സംസാരിക്കേണ്ടതില്ലേ? അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരും വരുന്നില്ല. ഈ വിചിത്രമായൊരു സംഭവം ഇവിടെ ഉണ്ടായിട്ട് ആരും, പ്രതിപക്ഷമോ CPM ഇപ്പുറത്തുള്ള ആളുകൾ ആരും അതേക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ ഇതെന്താണ് ഈ സംഭവം എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അപ്പോൾ എന്താണ് ഈ സംഭവം നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് പലതരത്തിലുള്ള ഈ ഉപശാലകളിൽ നടക്കുന്ന പലതരം ഏർപ്പാടുകളെക്കുറിച്ച് നമ്മൾ അറിയുന്നത്. അത് എവിടെയൊക്കെ എന്തൊക്കെ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതിനുവേണ്ടി എത്രയധികമാണ് സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിലേക്ക് വിചിത്രമായ കാര്യമാണ്. ഈ പണം സമാഹരിക്കാൻ അല്ലെങ്കിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് തട്ടിപ്പ് പുറത്തു വരാതിരിക്കാൻ വേണ്ടി ചിലവഴിക്കുന്ന പണം എത്രയാണ്, അത് നമ്മൾ അത്ഭുതപ്പെടുത്തും. ഇതിൽ വേറെ അതുകൊണ്ട് 2016 മുതലുള്ള അക്കൗണ്ടാണിത്. ഈ അക്കൗണ്ടിൽ നിന്ന് എല്ലാ വർഷവും ഇതിൻ്റെ ഇൻട്രസ്റ്റ് മേടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഇത് ആരാണ് ഇൻട്രസ്റ്റ് മേടിച്ചു കൊണ്ടുപോകുന്നത്? അത് ഒരു വിഷയമാണല്ലോ. അപ്പോൾ അത് വിവരാവകാശത്തിൽ പ്രകാരം കൊടുത്തൊരു അപേക്ഷയ്ക്ക് ഈ അസിസ്റ്റൻ്റ് രജിസ്ട്രാർ, സഹകരണ വകുപ്പിൻ്റെ അസിസ്റ്റൻ്റ് രജിസ്ട്രാർ കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. ഒരാളുടെ പേര് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ അക്കൗണ്ട് ഹോൾഡേഴ്സുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു മനുഷ്യൻ എല്ലാ വർഷവും ആ പലിശ മേടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അയാൾ ആരാണ്? അയാൾ ഇതുവരെ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? അയാൾ ആരാണ് ഇതിനു വേണ്ടി നിശ്ചയിച്ചത്? എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇത് കേരളം ഒരുപക്ഷെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അതിവിചിത്രമായ ഒരു സാമ്പത്തിക തട്ടിപ്പാണ്. പക്ഷേ അതിവിചിത്രമായ മൗനമാണ് അതേക്കുറിച്ച് എല്ലാ ഭാഗത്തുള്ളത്. പക്ഷേ ഇപ്പോൾ അത് കോടതി ഇടപെടലിലേക്ക് എത്തിയിരിക്കുകയാണ്. കോടതി ഇടപെടൽ എത്തുമ്പോൾ അതത്ര എളുപ്പം അത് സപ്രസ് ചെയ്യപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് വളരെ എവിഡൻ്റായ തെളിവുകളുള്ള രേഖകളുള്ളൊരു സംഗതിയാണ്. അപ്പോൾ കോടതി അതിൽ ശക്തമായി മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അത് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെട്ട് വരും. പക്ഷെ അത് പൊടുന്നതിനൊരു വിഷയമായി മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ
ഇപ്പോൾ കേന്ദ്ര സർക്കാരിനാണ് ഇപ്പോൾ ED, CBI, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെയാണ് ഇതിലൊരു പാർട്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലെ ഒരു മികച്ച ആയുധമാണിത്. അവർക്ക് ഉപകാരമുള്ളപ്പോൾ, അവർക്ക് ആവശ്യമുള്ളപ്പോൾ ഇതെടുത്ത് വീശും. പെട്ടെന്ന് കേസെടുത്ത് അല്ലെങ്കിൽ നടപടിയെടുത്ത് ഇതങ്ങ് തീർത്ത് കളയാമെന്ന് അവർ വിചാരിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള സന്ദർഭം എപ്പോഴായിരിക്കും? അത് തിരഞ്ഞെടുപ്പ് വരുമ്പോഴായിരിക്കും. മിക്കവാറും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോഴായിരിക്കും അതിനൊന്ന് ജീവൻ വെക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് ചോദിച്ചാൽ, ഇത് മുസ്ലിം ലീഗ് ഭരണസമിതിയിലുള്ള ഒരു ബാങ്കാണ്. മുസ്ലിം ലീഗിൻ്റെ ഈ പ്രാദേശിക ഭാരവാഹികളുമായി ബന്ധപ്പെട്ടാണ് ഈ അക്കൗണ്ട്. മുസ്ലിം ലീഗിനെ മാത്രം ബാധിക്കുന്നൊരു പ്രശ്നമായിരിക്കില്ല, UDF തന്നെ ബാധിക്കും. അപ്പോൾ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നൊരു പ്രശ്നം UDF തന്നെ രാഷ്ട്രീയ സാധ്യതയെ ബാധിക്കുന്ന തരത്തിലേക്ക് വളർന്നു വരാം. അപ്പോൾ അത് കുഞ്ഞാലിക്കുട്ടിയേക്കാൾ വലിയ തലവേദനയാകാൻ പോകുന്നത് VD സതീശനായിരിക്കും. അപ്പോൾ ഇതൊരു ചെറിയ ഇഷ്യൂ അല്ല, ഇത് വലിയ ഇഷ്യൂ ആക്കേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊരു വലിയ ഇഷ്യൂ ആയി മാറുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദാവൂദ് സാർ പറഞ്ഞു നിർത്തിയ കാര്യം, ഒരക്ഷരം ഇതിനെക്കുറിച്ച് ആരും മിണ്ടുന്നില്ലല്ലോ എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കാരണം, ഈ കേരളത്തിലെ സഹകരണ ബാങ്കുകളെ കുറിച്ച് മുമ്പേ ഉള്ളൊരു പരാതി, ഈ റിസർവ് ബാങ്ക് നിർണ്ണയിച്ച KYC നോംസ് ഈ സഹകരണ ബാങ്കുകൾ പാലിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന, ഇപ്പോൾ AR നഗർ മാത്രമല്ലല്ലോ, കരുവന്നൂർ, കണ്ടല സഹകരണ ബാങ്ക്, ഇവിടെയെല്ലാം പ്രശ്നം ഒന്നാണ്. ഒന്ന്, രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുടെ ഫണ്ട് മറ്റുള്ളവരുടെ ബിനാമി അക്കൗണ്ടുകളിൽ അവിടെ നിക്ഷേപിക്കപ്പെടുന്നു, സ്ഥിര നിക്ഷേപമായി നിക്ഷേപിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ആരുടെ പണമാണ് എന്ന് IT ഡിപ്പാർട്ട്മെൻറ്റിന് കണ്ടെത്താൻ കഴിയുന്നില്ല. അതാണ് ഒരു പ്രശ്നം. ഈ പ്രശ്നം തന്നെയാണ് കരുവന്നൂർ ബാങ്കിലുണ്ടായിരുന്നത്, ഇത് തന്നെയാണ് കണ്ടല ബാങ്കിലുണ്ടായിരുന്നത്, ഇത് തന്നെയാണ് AR നഗർ ബാങ്കിലുള്ളത്. AR നഗർ ബാങ്കിലെ പ്രശ്നം, അതിൻ്റെ ഒരു രാഷ്ട്രീയ കണക്ഷൻ വരുന്നതെന്ന് വെച്ചാൽ, KT ജലീൽ പറയുന്നു കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ മകൻ ആഷിഖിൻ്റെ ഏതാണ്ട് 1.5 കോടി രൂപ ഗൾഫിൽ നിന്ന് നേരിട്ട് AR നഗർ ബാങ്കിൽ നിക്ഷേപിച്ചു. അത് ഈ പറയുന്ന ഫോറിൻ മണി എക്സ്ചേഞ്ച് നിയമങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുള്ളതാണ് ഒരു പ്രശ്നം. അത് സേവിങ് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാതെ നേരെ ഫിക്സഡ് അക്കൗണ്ടിലേക്ക് മാറ്റുകയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ ആ ആരോപണവുമായി നേരെ ബന്ധിപ്പിക്കുകയാണ് KT ജലീൽ ചെയ്തത്. ജലീൽ ഈ ആരോപണം ഉന്നയിച്ച് ഇതിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറിൻ്റെ അന്വേഷണം വേണമെന്നാണ് ജലീൽ ആരോപണം ഉന്നയിച്ചത്. നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ജലീൽ പറഞ്ഞത് LDF നയമല്ല. അതോടുകൂടി ജലീൽ അവിടെ നിന്ന് പിന്മാറുകയാണ് ചെയ്തത്. പിണറായി വിജയൻ അത് പറയാൻ ഒരു കാരണമുണ്ട്. അത് കുഞ്ഞാലിക്കുട്ടിയോടുള്ള സ്നേഹം ആണ് എന്നൊക്കെ പലരും പറയുമെങ്കിലും അതിലുപരി സംസ്ഥാനത്തെ ഒരു സഹകരണ ബാങ്കിലേക്ക് ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം കൊണ്ടുവരാൻ LDF ആഗ്രഹിക്കുന്നില്ല. കാരണം അത് അങ്ങനെ വ്യാപകമായ അന്വേഷണം നടന്നു കഴിഞ്ഞാൽ കൂടുതൽ ബാങ്കുകൾ ഭരിക്കുന്നത് CPM ആണ് എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം നിരുത്സാഹപ്പെടുത്തുന്നത്. ഇനി ഇതിൽ മുസ്ലിം ലീഗിൻ്റെ കണക്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടി വളരെ വിചിത്രമായ അധികാരഘടനയുള്ള പാർട്ടിയാണ്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, മുസ്ലിം ലീഗിൻ്റെ ട്രഷറർ ഉണ്ടാവും, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് ദേശീയ പ്രസിഡന്റിനേക്കാൾ പദവി കൂടുതൽ, അങ്ങനെ പലതരത്തിൽ വിചിത്രമായ അധികാരഘടനയുള്ളൊരു പാർട്ടിയാണ്. അവിടെ ഫണ്ട് ആരാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് വളരെ രസകരമാണ്. അത് ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും കുത്തഴിഞ്ഞ അല്ലെങ്കിൽ ഒട്ടും സുതാര്യതയില്ലാത്ത ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അവർ ഏത് ഫണ്ട് പിരിച്ചാലും ആ ഫണ്ട് സുതാര്യമായി കൈകാര്യം ചെയ്യാൻ അവർക്കറിയില്ല. ഏതെങ്കിലും നേതാക്കളുടെ കൈവശമായിരിക്കും ഫണ്ട് ഇരിക്കുക. ഇപ്പോൾ ഇവിടെ പറയപ്പെടുന്നത്, നമുക്കറിയില്ല, അതിന് തെളിവൊന്നുമില്ല, പറയപ്പെടുന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് പാർട്ടിയുടെ ഫണ്ട് കൈകാര്യം ചെയ്യുന്നതാണ്. ദാവൂദ് സാഹിബ് ചമ്മലായതുകൊണ്ട് പറയാത്തതാണ്, അത് അങ്ങനെ തന്നെയാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ കയ്യിലാണ് ഫണ്ട്. അപ്പോൾ പാർട്ടിക്ക് ആവശ്യമുള്ള ഫണ്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് കൊടുക്കുന്നു. അത് ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവർ കൊടുക്കുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്ന കാര്യം, പൊതുവെ പറയപ്പെടുന്ന കാര്യം. അപ്പോൾ ഇങ്ങനെ ചെയ്യാമോ, ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പറ്റില്ല. കാരണം ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പിൽ മത്സരിക്കുന്ന ഒരു പാർട്ടി അവരുടെ അകത്തുള്ള ജനാധിപത്യവും സുതാര്യതയും അവർ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. ഒരു നേതാവിൻ്റെ കൈവശമല്ല, അല്ലെങ്കിൽ പാർട്ടി ട്രഷറർ ആയിരിക്കണം കുറഞ്ഞ പക്ഷം അതിൻ്റെ കസ്റ്റോഡിയൻ, അല്ലാണ്ട് കുഞ്ഞാലിക്കുട്ടി ആയിരിക്കില്ലല്ലോ, ഏതെങ്കിലും ഒരു നേതാവിൻ്റെ കൈവശമല്ലല്ലോ ഫണ്ട് ഇരിക്കേണ്ടത്. ഇപ്പോൾ ഈ ഫണ്ട് എന്ന് പറയുന്നത്, ഈ ഫണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലുള്ള ബിനാമി അക്കൗണ്ടുകളിൽ അവർ സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നുണ്ടാകാം. അതായിരിക്കും ഇപ്പോൾ ഈ ഒട്ടും ആക്റ്റീവ് അല്ലാത്തതോ അല്ലെങ്കിൽ മരിച്ചുപോയ പ്രവർത്തകരുടെയൊക്കെ പേരിൽ ഫണ്ട് അവിടെ നിക്ഷേപിക്കുക. ചിലപ്പോൾ അവർ അറിയുന്ന പോലും ഉണ്ടാവില്ല. ഈ ഫണ്ട് നിക്ഷേപിക്കുന്നത് പാർട്ടി ഫണ്ടായിരിക്കാം. അപ്പോൾ പാർട്ടി ഫണ്ട് ഏതെങ്കിലും പ്രവർത്തകരുടെ, ലോക്കൽ പ്രവർത്തകരുടെ പേരിൽ ബിനാമി അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഉണ്ട്. ഇത് കർക്കശമായിട്ട് പിടിക്കാൻ വേണ്ടിയാണ് റിസർവ് ബാങ്ക് വലിയ തോതിലുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം KYC മാനദണ്ഡങ്ങളിലേക്ക് സഹകരണ ബാങ്കുകളെ കൊണ്ടുവരണം എന്ന് റിസർവ് ബാങ്ക് വാശി പിടിക്കുന്നത് ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ, ഇതിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ അന്വേഷണം ഒരു പ്രത്യേക സമയത്ത് നിലച്ചുപോയി. അപ്പോൾ നിലച്ചുപോയപ്പോൾ ആണ് പരാതിക്കാരൻ ഹൈക്കോടതിയിൽ പോയിട്ട് ഈ ED അന്വേഷണം, തുടരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഇതിൽ രസകരമായ കാര്യം എന്താ വെച്ചാൽ, ഈ കരുവന്നൂർ ബാങ്കിലും കണ്ടല ബാങ്കിലും ED അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കുമ്പോഴും ഇപ്പോഴും നടപടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും എന്തുകൊണ്ടാണ് AR നഗർ ബാങ്കിൽ അന്വേഷണം നടക്കാതെ നമുക്ക് സ്വാഭാവിക സംശയം തോന്നും. മുസ്ലിം ലീഗ് ഭരിക്കുന്ന ഒരു ബാങ്കായിട്ട് കൂടി കേന്ദ്ര ഏജൻസികൾക്ക് അതിലൊരു താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം,
രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ബന്ധങ്ങൾ മുസ്ലിം ലീഗിൻ്റെ ഉന്നത നേതാക്കൾക്ക് കേന്ദ്രത്തിലുണ്ട് എന്നുള്ളതാണ്. ആ കേന്ദ്രത്തിൽ ആ ബന്ധങ്ങളുള്ളതുകൊണ്ടാണ് അവിടെ അന്വേഷണം വരാത്തത്. ഇനിയിപ്പോൾ ഹൈക്കോടതി ഇടപെട്ടിട്ട് ഇഡിയോട് അന്വേഷിക്കാൻ പറഞ്ഞാലും നമ്മൾ എന്തുകൊണ്ട് തൃശ്ശൂർ കള്ളനോട്ട് പിടിച്ചല്ലോ, ഏതാ സ്ഥലത്തിൻ്റെ പേര്, തൃശ്ശൂർ BJPയുടെ കള്ളനോട്ട് പിടിച്ച ഒരു അന്വേഷണം ഉണ്ടല്ലോ, കൊടകര. അതിലെന്തുകൊണ്ടാണ് ഇഡി അന്വേഷിക്കാത്തത്? അതിന് പരാതിയുണ്ട്, അത് അന്വേഷണം എന്ന് പറഞ്ഞ പരാതിയുണ്ട്. പരാതി നിന്നിട്ട് ഇഡി ഇതുവരെ ഒരു കേസും അന്വേഷിച്ചിട്ടില്ലല്ലോ. അതുപോലെ തന്നെ AR നഗർ ബാങ്കിലെയും യഥാർത്ഥത്തിൽ ഇത് കള്ളപ്പണം തന്നെയാണ്, കാരണം അൺഅക്കൗണ്ടഡ് മണിയാണ്. അതുകൊണ്ടാണ് IT ഡിപ്പാർട്ട്മെൻറ്റ് അതിൽ പിഴ അടയ്ക്കാൻ ആവശ്യപ്പെടുന്നത്. അത് വലിയൊരു സംഭവമാണെന്ന് വെച്ചപ്പോൾ PKK ബാവയുടെ പേരിലുള്ള പിഴയും കുടിശ്ശികയും നാളെ മുസ്ലിം ലീഗ് എന്ന പാർട്ടി അടച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളത്. ഇപ്പോൾ 1.5 കോടി രൂപ ലീഗ് കൊണ്ടേ അടച്ചു, ആ കേസ് തീർന്നു. പക്ഷേ ED വന്നു കഴിഞ്ഞാൽ കേസ് വേറെയാണ്. ED വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സോഴ്സ് അന്വേഷിക്കും. IT ഡിപ്പാർട്ട്മെൻറ്റ് സോഴ്സ് അല്ല പ്രശ്നം, അതിൻ്റെ അക്കൗണ്ടിങ് ആണ് പ്രശ്നം. അപ്പോൾ ഈ സോഴ്സ് അന്വേഷിക്കാൻ ED വരുമോ എന്ന ചോദ്യത്തിന് ഞാനിപ്പോൾ പറയുന്നു ED വരാൻ പോകുന്നില്ല. കൊടകരയിൽ എന്തുകൊണ്ട് വരുന്നില്ല, അതുപോലെ തന്നെ AR നഗറിലും വരും. ദാവൂദ് സാർ പറഞ്ഞതല്ലേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പൊല്ലാപ്പാവോ അത് ഇനി വരാൻ? അതാണല്ലോ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കരുവന്നൂരും കണ്ടലയിലും ED അന്വേഷിക്കാൻ വേണ്ടി എന്തുകൊണ്ട് AR നഗറിൽ വരുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അതിലല്ല. അത് വരില്ല, കൊടകര വരില്ലെങ്കിൽ AR നഗറിലും വരില്ല. യെസ്, അങ്ങേയറ്റം വിചിത്രമാണ് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾ. അത് മാത്രമല്ല, കുറ്റകരമായ ഒരു മൗനം എല്ലാ ഭാഗത്തു നിന്നും ഇതിലുണ്ടാകുന്നുണ്ട്.